ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനൊരു മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏകദേശം 20ഓളം കിച്ചൺ പ്രോഡക്റ്റ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4-5 വീഡിയോ ഒക്കെ ആവുന്ന സമയത്ത് അതിലുള്ള എല്ലാ പ്രൊഡക്ട്സും കൂടി ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ലിങ്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നല്ല പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ടീ, കോഫി, ഷുഗർ കണ്ടെയ്നറിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് പാക്കിംഗ് വരുന്നത്. അപ്പോൾ ഇത് സെറാമിക് ജാറുകളാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ എന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കപ്പാസിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ 2 സൈഡിലും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 733 റുപ്പീസാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിൻ്റെ ലിഡ് എയർ ടൈറ്റ് ആയിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് പുതിയതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ഇതിന് ഒരു റിവ്യൂ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ചൊന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. അപ്പോൾ ലിഡ് ഇതുപോലെയാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലിഡ് തുറന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറുകളാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ഓഫ് വൈറ്റിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ റിവ്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വാങ്ങിക്കാനായിട്ട് കുറച്ച് പേടിക്കും. പക്ഷേ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതൊരു സെർവിങ് ട്രേ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് ഡെക്കർ ഐറ്റമായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗോൾഡൻ കളറിലാണ് വരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അലുമിനിയം എന്നാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. സ്റ്റോർ ചെയ്യാനായിട്ടൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ഇത് എയർ ടൈറ്റ് ഒന്നും അല്ല. പീനട്ടിൻ്റെ ഷേപ്പിലാണ് ഇത് വരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 284 റുപ്പീസാണ്. നമ്മൾ ഡെക്കർ ഐറ്റമൊക്കെ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ ഇതുപോലെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് പീനട്ട് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ്. സെർവിങ് ട്രേ ആയിട്ട് മാത്രമല്ല, നമുക്കിതുപോലെ ജ്വല്ലറി ബോക്സ് ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ്. നമുക്ക് വാനിറ്റി ഏരിയയിലും ഇതുപോലെ പെട്ടെന്ന് നമ്മുടെ ജ്വല്ലറിയൊക്കെ വെക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഞാനിത് കുറേ ആയിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചൊരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ നോക്കുന്ന സമയത്തൊക്കെ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് അത്യാവശ്യം ആയിട്ട് വേണ്ട ഒരു ഐറ്റം ആയിരുന്നു. കാരണം എൻ്റെ കിച്ചൺ ലൈറ്റർ എപ്പോഴും കംപ്ലൈൻ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ച് നോക്കണമെന്നുണ്ടായിരുന്നു, അതിൻ്റെ ഡ്യൂറബിലിറ്റി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇത് ഇതുപോലെ നല്ല ഫ്ലെക്സിബിളാണ് കേട്ടോ. നമുക്ക് ക്യാൻഡിലൊക്കെ ലൈറ്റ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ബെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഒരു USB കേബിൾ കൂടെ വരുന്നുണ്ട്. നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 190 റുപ്പീസാണ്. ഇതിൽ 2 ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. സ്ലൈഡിങ് ബട്ടൺ പവർ ഓൺ ചെയ്യാനുള്ളതാണ്. പിന്നെ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്പാർക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ക്യാൻഡിലൊക്കെ ലൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ മുന്നേ ക്യാൻഡിൽ ലൈറ്റ് ചെയ്യാനായിട്ട് പേപ്പർ സ്റ്റൗന്ന് കത്തിച്ചിട്ടൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. അതാണ് ഇതുപോലെ ഒരെണ്ണം എന്തായാലും വാങ്ങിക്കണമെന്ന് വിചാരിച്ചത്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം.
അപ്പോൾ ഇതൊരു കാസറോളാണ് കേട്ടോ. ഞാൻ കുറച്ചുകൂടി വലുപ്പം എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വന്നപ്പോൾ കുറച്ച് ചെറുതാണ്. പക്ഷേ എന്നാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതുപോലെ ഗോൾഡൻ ലുക്കിലാണ് വരുന്നത്. അതുപോലെ തന്നെ കളേഴ്സ് വരുന്നത് ബ്ലാക്കും ഗോൾഡൻ ആൻഡ് വൈറ്റിലാണ്. ഒരു പ്രീമിയം ടച്ച് ഉണ്ട് എന്തായാലും, പക്ഷേ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഹാൻഡിലൊക്കെ ഇതുപോലെ ഗോൾഡൻ കളറാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 480 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതുപോലെ നല്ല പാക്കേജിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതൊരു കണ്ടെയ്നറിൻ്റെ സെറ്റാണ്. നല്ല പ്രീമിയം ലുക്കിൽ വരുന്ന ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ് കേട്ടോ ഇത്. അപ്പോൾ അകത്ത് ഇതുപോലെ ഗ്ലാസ് കണ്ടെയ്നറും പുറത്ത് പ്ലാസ്റ്റിക് കേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിഡിൽ പോർഷനിൽ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണുള്ളത്. അകത്ത് എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ടും പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 362 റുപ്പീസാണ് കേട്ടോ 2 കണ്ടെയ്നേഴ്സിന്. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല പ്രീമിയം ലുക്കും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഇതിൽ പൾസസൊക്കെ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ട്രാൻസ്പെറൻറ്റ് പോർഷൻ ഉള്ളത് കൊണ്ട് തന്നെ അകത്തുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനും പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം കേട്ടോ. ഇതൊരു സോൾട്ട് ആൻഡ് പെപ്പർ ബോട്ടിൽസിൻ്റെ സെറ്റാണ്. ഇതുപോലെ വൈറ്റ് ക്യൂട്ട് ബോട്ടിൽസ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ വൈറ്റ് പ്ലെയിൻ ബോട്ടിൽസും അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലും വരുന്നുണ്ട്. അപ്പോൾ 3 പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ വൈറ്റ് ആൻഡ് ബ്രൗണിന് വരുന്നത് 133 റുപ്പീസാണ്. ഇതിന് 200 റുപ്പീസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ താഴത്തായിട്ട് ഇതുപോലെ ഹോളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ സോൾട്ട് ആൻഡ് പെപ്പറും നിറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതുപോലെ നല്ല പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. കാരണം ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നല്ല ഭംഗിയുള്ളൊരു ഡെക്കർ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ്. വളരെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ട്രേ ഉള്ളത് താഴത്തെ പോർഷൻ മിററും സൈഡിലുള്ളത് ഗ്ലാസ്സും ആണ് കേട്ടോ. നല്ല പ്രീമിയം ക്വാളിറ്റിയിലും ലുക്കിലും വരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഒരു മസ്റ്റ് ബൈ ഐറ്റമാണ്. നമുക്കിത് വാനിറ്റി ഓർഗനൈസറായിട്ടും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിലൊക്കെ ഒരു ഡെക്കോർ പീസായിട്ടും അല്ലെങ്കിൽ ജ്വല്ലറി ട്രേ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ ഒരുപാട് തവണ കണ്ടിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 244 റുപ്പീസാണ് കേട്ടോ. പിന്നെ സൈഡിലൊക്കെ ഇതുപോലെ ഗോൾഡൻ കളർ കവറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ നെക്സ്റ്റ് പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതൊരു ടീ ഷുഗർ കണ്ടെയ്നറിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ പേര് വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ടീ ഷുഗർ കണ്ടെയ്നേഴ്സ് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ ഒരുപാട് ടൈപ്പിലുള്ള ടീ ഷുഗർ കണ്ടെയ്നേഴ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു പ്രോഡക്റ്റ്സ്. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ടീ ഷുഗർ കണ്ടെയ്നറാണ്. നമുക്ക് ഒരുപാട് കാലം പൊട്ടാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടെയ്നർ സെറ്റാണ്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 299 റുപ്പീസാണ് ഈ ഒരു സെറ്റിന്. എന്തായാലും ടീയും ഷുഗറൊക്കെ നമ്മൾ എപ്പോഴെപ്പോഴും എടുക്കേണ്ട ഐറ്റംസാണ്. അപ്പോൾ ഈ കണ്ടെയ്നേഴ്സ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുന്ന സമയത്ത് പൊട്ടുന്നുള്ള പേടിയും വേണ്ട.
അപ്പോൾ ഇതൊരു ടേബിൾ റണ്ണറാണ് കേട്ടോ. ഞാനത് കുറേ ആയിട്ട് വിഷ് ലിസ്റ്റിലിട്ട് വെച്ചൊരു പ്രോഡക്റ്റായിരുന്നു. വളരെ റീസണബിൾ പ്രൈസിലാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് 12/60 ഇഞ്ചസ് ആണ്. നമുക്കിത് ഡൈനിങ് ടേബിളിലും ടീപ്പോയിലൊക്കെ റണ്ണറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് 194 റുപ്പീസിനാണ് കേട്ടോ. സൈഡിൽ ഇതുപോലെ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടാവും കേട്ടോ എന്തായാലും വിരിച്ചു കഴിഞ്ഞാൽ കാണാനായിട്ട്. അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള പ്രോഡക്റ്റാണിത്. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഇത് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഒരു ക്രീം ഷെയ്ഡിലാണിത് വരുന്നത്. എൻ്റെ 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ലെങ്ത്താണ് വരുന്നത്. 4 സീറ്റർ ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും, കാരണം ഈ ഒരു ഹാങ്ങിങ്സ് ഒക്കെ സൈഡിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ എന്തായാലും നല്ല പ്രൊഡക്റ്റാണ്, വേണ്ടവർ വാങ്ങിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇത് ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് വാങ്ങിച്ചൊരു ഐറ്റമാണ്. ഇപ്പോൾ കുറച്ചധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണിത്. അപ്പോൾ മിക്കവരും ഈ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ടാവും. ഇതൊരു ഓട്ടോമാറ്റിക് എഗ് ഡിസ്പെൻസറാണ്. അപ്പോൾ ഫുൾ മെറ്റീരിയൽ വരുന്നത് പ്ലാസ്റ്റിക് ആണ്. ഇതുപോലെ 2 തട്ടിലായിട്ടാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഏകദേശം 12 മുതൽ 14 മുട്ടകൾ വരെ നമുക്കിതിൽ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സമയത്ത് ഒരുപാട് സ്പേസ് സേവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 314 റുപ്പീസാണ്. ഞാനപ്പോൾ എന്തായാലും ഇതിൽ എഗ്ഗൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കിടത്തിയിട്ടാണ് കേട്ടോ നമ്മൾ മുട്ടകൾ വെക്കേണ്ടത്. കറക്റ്റ് ഒരേ ഡയറക്ഷനിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം, എന്നാലാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ 11 മുട്ട ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 12ാമത്തെ മുട്ടയ്ക്കൊരു വിള്ളലുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാനിതിൽ വെച്ചില്ല. അപ്പോൾ നമ്മളിതുപോലെ താഴ്ന്ന ഒരു മുട്ട എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള മുട്ടകൾ ഫ്രണ്ടിലോട്ട് വരും കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ വീഡിയോസിൽ കാണുമ്പോൾ തന്നെ എനിക്കിത് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ തപ്പിപ്പിടിച്ച് വാങ്ങിച്ചതാണ്. കാണാനും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോഡക്റ്റ്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് സ്പേസേ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ്, വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതൊരു മോഷൻ സെൻസർ ലൈറ്റാണ് കേട്ടോ. നമ്മൾ ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും വയറിംഗ് ഒക്കെ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്കത് കബേർഡിലാണെങ്കിലും സ്റ്റെയർസിലാണെങ്കിലും അതുപോലെ തന്നെ കിച്ചൺ ക്യാബിനറ്റിൻ്റെ താഴത്താണെങ്കിലും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ USB ചാർജിങ് വയർ കൂടെ തന്നിട്ടുണ്ട്. നമുക്ക് ചാർജ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുക കേട്ടോ. ഒന്നുകിൽ നമുക്കിത് ആണിയിൽ ഹാങ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മാഗ്നറ്റിക് സ്റ്റിക്കർ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ ഈ മാഗ്നറ്റിൽ നിന്ന് എടുത്ത് ചാർജ് ചെയ്തതിന് ശേഷം തിരിച്ച് അതേപോലെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. റെൻറ്റഡ് ഹൗസിനൊക്കെ പറ്റിയ ഐറ്റമാണ്. നമുക്ക് കിച്ചൺ ക്യാബിനറ്റ്സിൻ്റെ അടിയിലൊക്കെ ലൈറ്റ് കുറവാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. എനിക്ക് ക്രോക്കറി ഷെൽഫിൻ്റെ ഓരോ ഷെൽഫിൻ്റെയും താഴത്തായിട്ട് ലൈറ്റ് വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത്. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ഡാർക്കുള്ള സമയമാണെങ്കിൽ 16 ഫീറ്റ് ദൂരത്തു നിന്ന് തന്നെ ഇത് മോഷൻ സെൻസ് ചെയ്തിട്ട് ലൈറ്റ് കത്താനായിട്ട് തുടങ്ങും. ഞാൻ ഈ ഒരു ഷെൽഫിൻ്റെ അടുത്ത് വന്ന് നിന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്ത് ലൈറ്റ് കത്തിയിട്ടുണ്ട്. നമ്മൾ ലൈറ്റിൻ്റെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞൊരു 25 സെക്കൻഡ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്നതാണ്. അപ്പോൾ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത് ചെന്നാലും ഇത് കത്തില്ല. അപ്പോൾ നമുക്ക് എനർജിയും സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 194 റുപ്പീസാണ് കേട്ടോ. നമുക്കിത് ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അതായത് ബെഡ് സൈഡ് ടേബിളിലോ വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് രാത്രി ടോയ്ലറ്റിലൊക്കെ പോകുന്ന സമയത്ത് ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല.
അതുപോലെ തന്നെ വാർഡ്രോബിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. നമ്മൾ ക്ലോസ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫും ആവും. പിന്നെ നമുക്ക് എമർജൻസി ആയിട്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ സ്റ്റെയറിൻ്റെ സൈഡിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ അത് ഓണാവും. നമ്മൾ നടന്ന് കുറച്ച് ദൂരം എത്തിക്കഴിയുമ്പോൾ അത് തനിയെ ഓഫാവും. അപ്പോൾ ഒരുപാട് യൂസുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഒരു മസ്റ്റ് ബൈ ഐറ്റം ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതും ഞാൻ ഒരുപാട് കാലമായിട്ട് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചൊരു ഐറ്റമാണ് കേട്ടോ. ഇതൊരു വുഡൻ മഗ് ഹോൾഡറാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഓൾറെഡി സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു മഗ് ഹോൾഡർ ഉണ്ട്. അതിൽ 12 പീസസ് വെക്കാനായിട്ട് പറ്റും. പക്ഷേ വുഡൻ മഗ് ഹോൾഡറിന് വേറൊരു ഭംഗി തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ ഈ ഒരു കിച്ചണിലോട്ട് ഈ ഒരു കളറ് നല്ല ഭംഗിയായിരിക്കും. കാരണം വൈറ്റും ബ്രൗണും ബ്ലാക്കും ആണ് മൊത്തത്തിൽ എൻ്റെ കിച്ചണുള്ളത്. അപ്പോൾ ഇത് അസംബിൾ ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഭയങ്കര ഈസിയാണ്. പ്രത്യേകിച്ച് ടൂൾസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമുക്ക് കൈകൊണ്ട് തന്നെ അസംബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതുള്ളത്. അപ്പോൾ 6 സ്റ്റിക്കാണ് ഇതുപോലെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് 6 മഗ്ഗുകൾ നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 244 റുപ്പീസാണ് കേട്ടോ. പിന്നെ ഇത് ഏത് വുഡാണെന്നുള്ളത് പ്രത്യേകിച്ചൊന്നും ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റാണ്. നമ്മുടെ കൗണ്ടർ ടോപ്പിൽ തന്നെ ഒരു ഡെക്കോർ ഐറ്റമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ ഇതൊരു നൈഫ് ഷാർപ്പനറാണ്. ഞാൻ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കണ്ടിട്ടുള്ളത് ഐക്കയിലായിരുന്നു. അപ്പോൾ മീഷോയിൽ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ വളരെ റീസണബിൾ പ്രൈസിലാണ് കിട്ടിയത്. 147 റുപ്പീസിലാണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബോഡി എല്ലാം വരുന്നത് പ്ലാസ്റ്റിക്കാണ്. പിന്നെ ഷാർപ്പൻ ചെയ്യണ ആ ഒരു ഏരിയ മാത്രം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ 3 സെക്ഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് പ്രിപ്പറേഷൻ, പിന്നെ ഷാർപ്പനിങ്, പിന്നെ ഫിനിഷിങ് സ്റ്റേജ്. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമ്മളിത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്, കാരണം ബോഡി മൊത്തം പ്ലാസ്റ്റിക് ആണല്ലോ, അതുകൊണ്ട്. പിന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാനും ഈസിയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ച് അതേപോലെ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഏറ്റവും മൂർച്ച കുറവായിട്ടുള്ള കത്തിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മൂർച്ച വരുത്തി നോക്കാം. ഫസ്റ്റ് ഈ പ്രെപ്പ് എന്ന് എഴുതിയ ആ ഒരു പോർഷനിലാണ് നമ്മൾ ഇതുപോലെ ചെയ്യേണ്ടത്. ഒരേ ഡയറക്ഷനിൽ തന്നെ ഇതുപോലെ ജസ്റ്റ് 3 to 4 ടൈംസ് ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഷാർപ്പനിങ് സ്റ്റേജാണ്. ലാസ്റ്റ് സ്റ്റേജ് വരുന്നത് ഫിനിഷിങ് സ്റ്റേജ്. 2 സൈഡിലോട്ട് ആക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്, ഒരേ സൈഡിലോട്ട് ഇതുപോലെ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ച് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും ഇത് ഷാർപ്പനായിട്ടുണ്ട്. കാരണം ഇത് തീരെ മൂർച്ചയില്ലാതെ ഞാൻ ഉപയോഗിക്കാതെ വെച്ചിരുന്ന ഒരു കത്തിയായിരുന്നു. ഇത് കണ്ടോ, 3 കമ്പാർട്ട്മെൻറ്റിലും 3 ടൈപ്പ് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സമയം കളയാതെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതൊരു മെഷറിങ് സ്പൂണും കപ്പും വരുന്നൊരു സെറ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ പ്ലാസ്റ്റിക് ഉണ്ട് കേട്ടോ. പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. 4 കപ്പും 4 സ്പൂണുമാണ് വരുന്നത്. ഇതുപോലെ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 215 റുപ്പീസാണ്. അപ്പോൾ 1 കപ്പ്, ഹാഫ് കപ്പ്, 1/3, 1/4 ഇങ്ങനെ 4 ഡിഫറെൻറ്റ് സൈസിലാണിത് വരുന്നത്. അപ്പോൾ എന്തായാലും നല്ല പ്രൊഡക്റ്റായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. നമുക്കിത് ഒന്നിച്ച് തന്നെ ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇത് സെപ്പറേറ്റ് ആയിട്ട് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ മിസ്സായിപ്പോവും. എനിക്ക് പറ്റിയൊരു അബദ്ധമാണത്.
ഇനി സ്പൂണിലേക്ക് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ, ഹാഫ് ടീസ്പൂൺ, അതുപോലെ തന്നെ 1/4 ടീസ്പൂണാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് ഇതുപോലെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ടേബിൾ സ്പൂൺ, ടീസ്പൂൺ ഒക്കെ കൺഫ്യൂഷൻ വരാം. അപ്പോൾ ഇത് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്കിനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത്തവണ വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഇതിന് കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ്. പക്ഷേ അപ്പോൾ മീഷോയിൽ ഇത് അവൈലബിൾ ആയിരുന്നില്ല. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ആമസോണിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീഷോയിൽ കണ്ട പാടെ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് സോപ്പ് ഡിസ്പെൻസറിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ട്രേ വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ 2 ബോട്ടിൽസാണ് വരുന്നത്. ഒന്ന് ഡിഷസിനും ഒന്ന് ഹാൻഡ് വാഷിനും. ഇതിന് മീഷോയിൽ കണ്ടപ്പോൾ ഇത്രയ്ക്ക് ക്വാളിറ്റി ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു ബോട്ടിൽസ് വരുന്നത് ഗ്ലാസ്സിലാണ്. കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു മസ്റ്റ് ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഇതിൻ്റെ റേറ്റ് 524 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ബ്ലാക്കിലും ഒരെണ്ണം വൈറ്റിലുമാണ് വരുന്നത്. പിന്നെ പമ്പിൽ 2ലും ബ്ലാക്കും വുഡൻ കളറുമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കിച്ചണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ട്രേ കൊടുത്തിട്ടുള്ളത് ബാംബൂലാണ്. അപ്പോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആയിരിക്കുന്നു. അല്ല, ഗ്ലാസ് ബോട്ടിൽസാണ്. അപ്പോൾ എന്തായാലും ഈ പ്രോഡക്റ്റ് മസ്റ്റ് ബൈ ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും വാങ്ങിച്ചോളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതൊരു 2-in-1 ക്ലീനിങ് ബ്രഷാണ്. അപ്പോൾ ഇതെനിക്ക് അത്യാവശ്യമായിട്ട് തോന്നിയത് കൊണ്ട് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. കാരണം നമ്മുടെ മിറർ, അതുപോലെ തന്നെ നമ്മുടെ ബാൽക്കണിയിലുള്ള ഗ്ലാസ് ഡോറ്, ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ബ്രഷ് വാങ്ങിക്കണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടത്. ഇത് നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഇത് നെറ്റൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടാണ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫ്ലാറ്റിലെല്ലാം വിൻഡോസ് കൊടുത്തിട്ടുള്ളത് സ്ലൈഡിങ് വിൻഡോസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മോസ്കിറ്റോ നെറ്റും വരുന്നുണ്ട്. ആ മോസ്കിറ്റോ നെറ്റിൽ എപ്പോഴും നല്ല പൊടിയായിരിക്കും. അപ്പോൾ ആ പൊടി വൃത്തിയാക്കാൻ കൂടിയിട്ടാണ് ഈ ഒരു ബ്രഷ് വാങ്ങിച്ചിട്ടുള്ളത്. അല്ലാതെ നമുക്ക് മിറേഴ്സും അല്ലെങ്കിൽ ഗ്ലാസ് ഡോർസ്, വിൻഡോസ് ഇതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതുപോലെ അത്യാവശ്യം നല്ല നീളമുള്ള ഹാൻഡിൽ വരുന്നതുകൊണ്ട് നമുക്ക് വലിയ മിറേഴ്സും ഹൈറ്റിലുള്ള വിൻഡോസും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ടും യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 147 റുപ്പീസാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതൊരു ഡിഷ് ഡ്രൈയിങ് മാറ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള മാറ്റാണ് വരുന്നത്. ഞാൻ ഇതുപോലെ ഒരു ഡിഷ് ഡ്രൈയിങ് മാറ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഐക്കിയെന്നായിരുന്നു. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റാണ് തോന്നിയത്. കാരണം ഇതിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. പിന്നെ അതിനേക്കാളും നല്ല വലുപ്പത്തിലാണ് വരുന്നത്. ഒരുപാട് പാത്രങ്ങൾ നമുക്ക് കഴുകി വയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ഐക്കിയെന്ന് വാങ്ങിച്ചിട്ടുള്ളതിൽ കുറച്ച് സ്മെല്ല് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി ഹെവി ആവുന്നുണ്ട് അത് വെള്ളം നനയുന്ന സമയത്ത്. ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളും. നമ്മൾ ബാത്റൂമിൻ്റെ മാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോസിൽ. ആ ഒരു സെയിം ഇതിൽ തന്നെയാണ് ഈ ഒരു ഡിഷ് ഡ്രൈയിങ് മാറ്റും വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 170 റുപ്പീസാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഭയങ്കര വേർത്താണ് കേട്ടോ. കാരണം ഐക്കിയത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 199 റുപ്പീസിനായിരുന്നു. ഇത്രയും വലുപ്പമില്ല. ഇത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. നമുക്ക് ഒരുപാട് പാത്രങ്ങൾ വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഡിഷ് റാക്ക് വാങ്ങിക്കുമല്ലോ, അതിൻ്റെ താഴെ ട്രേ ഇല്ലെങ്കിൽ നമുക്ക് അതിന് പകരം ഈ ഒരു ട്രേ അതിന് താഴെ വിരിച്ച് കൊടുത്ത് അതിന് മേലെ നമുക്ക് ആ ഒരു റാക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്റ്റ്സും എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രോഡക്റ്റ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ ഞാൻ മാക്സിമം അതിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ട് നോക്കാം.
പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ടാറ്റാ.